ഹായ്, വെൽക്കം. നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളത്. നമ്മൾക്കറിയാം, നമ്മൾ ഏകദേശം മിനിമം 5 വർഷക്കാലമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കാര്യം വരുന്ന സമയത്ത് നമ്മളെല്ലാവരും തന്നെ പിന്നോക്കം വലിയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് എഴുതാനും അതുപോലെ തന്നെ വായിക്കാനും ഒക്കെയാണ്. ഒരിക്കലും നമ്മൾ സംസാരിക്കാനായിട്ട് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചിട്ടില്ല. ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ഏറ്റവും ചെറിയ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് മുതലുള്ള കാര്യങ്ങൾ മുതൽ പഠിച്ചു തുടങ്ങാം. അത് മാത്രമല്ല, ഇവിടെ നിന്ന് ഏറ്റവും ബേസിക് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിക്കുന്നതോട് കൂടെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഫ്ലുവൻസി നേടുകയും ചെയ്യും. ഓക്കെ, സോ നമ്മൾ ആദ്യമായിട്ട് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സബ്ജക്റ്റ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് സാറേ, സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഭാഷകളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വിഷയങ്ങളായിരിക്കാം, അല്ലെ എന്നല്ലേ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആണ്, സുവോളജി ഒരു സബ്ജക്റ്റ് ആണ്, ബോട്ടണി ഒരു സബ്ജക്റ്റ് ആണ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, ഇതൊക്കെ സബ്ജക്റ്റുകളാണ്. പക്ഷെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരുന്ന സമയത്ത് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് സബ്ജക്റ്റ് എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്, വർക്ക് ചെയ്യുന്ന ആളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. വർക്ക് ചെയ്യുന്ന ആളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ആരാണ് ക്ലാസ് എടുക്കുന്നത്? ഞാനാണ് ക്ലാസ് എടുക്കുന്നത്. സോ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാനാണ്. ആരാണോ വർക്ക് ചെയ്യുന്നത് അവരെയാണ്, അല്ലെങ്കിൽ അവനെയാണ്, അല്ലെങ്കിൽ ആ ഒരു വസ്തുവിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ചെറിയ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ ഓഫ് സബ്ജക്ട്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഭാഷയിൽ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ വി യൂസ് ദ വേർഡ് സബ്ജക്ട്. അതായത് ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ സബ്ജക്ട് എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ടു ടോക്ക് അബൌട്ട്, എന്തിനെ കുറിച്ച് സംസാരിക്കാനാണ്? A person or thing that does the action. പ്രവൃത്തി ചെയ്യുന്ന ആളെ കാണിക്കാനായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്ജക്ട് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക വാക്ക് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണ്? ഓക്കെ, യൂഷ്വലി ദാറ്റ് മീൻസ് ദാറ്റ് ദ സബ്ജക്ട് കംസ് ബിഫോർ ദ verb. ഇനി മറ്റൊരു ഐഡിയ കൂടി കിട്ടി നിങ്ങൾക്ക്. സബ്ജക്ട് കണ്ടു കഴിഞ്ഞാൽ എവിടെ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സബ്ജക്ട് ഓൾവേസ് വരുന്നത് ഒരു സെന്റൻസിന്റെ ആദ്യമായിരിക്കും. സിമ്പിൾ അല്ല, സിമ്പിൾ ആയിട്ട് നോക്കി പറയാം. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നതല്ലേ, ഇംഗ്ലീഷ് ഗ്രാമർ ഫ്ലുവൻസി ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളതല്ലേ, എന്താണ് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സിമ്പിൾ ആയിട്ട് അത്രയേ ഉള്ളൂ. ഇറ്റ് മൈറ്റ് ബി ദ പേഴ്സൺ ഓർ തിങ് ഹു ഡസ് വർക്ക്. വർക്ക് ചെയ്യുന്ന ആളെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയാണ് നമ്മൾ സബ്ജക്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു AC വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സബ്ജക്ട് എന്ന് പറയുന്ന ആരാ വർക്ക് ചെയ്യുന്ന? അവിടെ AC ആണ് വർക്ക് ചെയ്യുന്നത്. സോ AC ആണ് സബ്ജക്ട് എന്ന് പറയുന്നത്. ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുന്നുണ്ട്, സബ്ജക്ട് എന്ന് പറയുന്നത് ഡ്രൈവറാണ്. ഒരു പക്ഷി പറക്കുന്നുണ്ട്, സബ്ജക്ട് എന്ന് പറയുന്നത് പക്ഷിയാണ്. മനസ്സിലായല്ലോ? സോ നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ കാണുന്ന, ഞാൻ ഈ കാണിക്കുന്ന പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന സബ്ജക്ട് എന്താണെന്ന് പറയാം. നോക്കിക്കേ, ഇപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഒരാൾ വണ്ടി ഓടിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് ഇവിടെ സബ്ജക്ട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? സബ്ജക്ട് എന്ന് പറഞ്ഞ വർക്ക് ചെയ്യുന്ന ആളാണ്. സോ ഇവിടെ വർക്ക് ചെയ്യുന്നത് ആ വ്യക്തിയാണ്, ഇല്ലേ? അദ്ദേഹമാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. നോക്കി, ഹി ഈസ് ഡ്രൈവിംഗ് എ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സബ്ജക്ട് ഏതാണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഏതാണ്? സബ്ജക്ട് എന്ന് പറയുന്നത് ഹി ആണ്. ബിക്കോസ് ഹി, ഇദ്ദേഹമാണ്, അവനാണ്, അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? വണ്ടി ഓടിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഗസ് ചെയ്യുക. പിന്നെ വേറൊരു ഐഡിയ കൂടി നമ്മൾ പറഞ്ഞിരുന്നു, സബ്ജക്ട് എപ്പോഴും വരുന്നത് ഒരു സെന്റൻസിന്റെ ആദ്യമാണ്, അല്ലെങ്കിൽ വെർബിന് മുന്നേ ആണെന്ന് പറഞ്ഞു. വെർബ് എന്ന് പറഞ്ഞിട്ട് പ്രവൃത്തിയാണ്. അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ സബ്ജക്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക് മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നോക്കാം. എക്സാമ്പിൾ വെച്ചിട്ടാണ് നോക്കുന്നത്. ഹീസ് പ്ലേയിങ് ഗിറ്റാർ. എന്താ അർത്ഥം വരുന്നത്? അവൻ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എന്താണ് സബ്ജക്ട്? ആരെ ഗിറ്റാർ വായിക്കുന്നത്? അവനാണ് ഗിറ്റാർ വായിക്കുന്നത്. സോ സബ്ജക്ട് ഈസ് ഹി. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലെങ്കിലും സബ്ജക്ട് എന്താണ്? ഹി ആയിരുന്നു. ഇവിടെ ഹി ആണ് സബ്ജക്ട് എന്ന് വരുന്നത്. അതേപോലെ തന്നെ ഈ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിളിലും തന്നെയാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഹി ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു സബ്ജക്ട് കിട്ടി, ഹി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് കിട്ടി. ക്ലിയർ ആണ്?
ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പിക്ചർ നോക്കിയേ. ഹി ഈസ് വാച്ചിങ് ടി വി. ഇവിടെയും സബ്ജക്ട് എന്താണ്? ഹി ആണ്. അവനാണ് എന്ത് ചെയ്യുന്നത്? ടി വി കാണുന്നത്. ഹി ഈസ് വാച്ചിങ് ടി വി. സോ ദ സബ്ജക്ട് ഈസ് ഹി. ക്ലിയർ ആണ്? സബ്ജക്ട് ഈസ് ഹി. ഓക്കെ, അപ്പൊ ഹി മാത്രമാണോ സബ്ജക്ട് പറയുന്നത്? അല്ല. നോക്കിക്കേ, ദ പിഗ് ഈസ് സ്ലീപ്പിംഗ്. ഇവിടെ ഒരു പന്നിക്കുട്ടൻ കിടന്നുറങ്ങുന്നുണ്ട്. ആരാ കിടന്നുറങ്ങുന്നത്? ആരാ വർക്ക് ചെയ്യുന്നത്? ആരാ ഉറങ്ങാന്നുള്ളത് ഒരു വർക്കാണ് കേട്ടോ. ഓക്കെ, ആരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്? അല്ലെങ്കിൽ ആരെയാണ് അവിടെ മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്? ഈ പന്നിക്കുട്ടനെയാണ്, ദ പിഗ്. അപ്പൊ അതാണ് നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. എ കാറ്റ് ഈസ് ബ്ലിങ്കിങ് ഇറ്റ്സ് ഐസ്. ഒരു പൂച്ചക്കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ആരാണ് സബ്ജക്ട് എന്ന് ചോദിച്ചാൽ ഹി ആണോ സബ്ജക്ട്? പൂച്ച ഇനി ആൺകുട്ടിയാണെങ്കിൽ ഹി എന്ന് പറയാം, പെൺകുട്ടിയാണെങ്കിൽ ഷീ എന്ന് പറയാം. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? എ കാറ്റ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് ദ കാറ്റ് അല്ലെങ്കിൽ എ കാറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയട്ടെ, ഇനി നിങ്ങൾ കാണുന്ന പിക്ചറിൽ തന്നെ സബ്ജക്ട് ഏതാണെന്ന് നിങ്ങൾ പറയാം. ഷീ ഈസ് പ്ലേയിങ് ബാസ്കറ്റ്ബോൾ. ഏതാണ്? ആരാണ് വർക്ക് ചെയ്യുന്നത്? ഷീ ആണ് വർക്ക് ചെയ്യുന്നത്. സോ സബ്ജക്ട് എന്ന് പറയുന്നത് ഷീ ആണ്. ഇനി ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഹി ഈസ് സ്പീക്കിംഗ്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സബ്ജക്ട് എന്ന് പറയുന്നത് ഏതാണ്? ഹി ആണ്. ഓക്കെ ആണല്ലോ? ആരാണോ വർക്ക് ചെയ്യുന്നത് അതാണ് സബ്ജക്ട്. രണ്ടാമതൊരു കാര്യം പറഞ്ഞു, എപ്പോഴും ഒരു സെന്റൻസിന്റെ ആദ്യം എഴുതിയിട്ടുള്ളത് മിക്കവാറും എന്തായിരിക്കും? സബ്ജക്ട് ആയിരിക്കും. ദേ ആർ ടോക്കിംഗ്. ഹി ആണോ? അല്ല. അവൻ ഒരാളല്ല. ഓക്കെ, ഷീ മാത്രമാണോ? അല്ല. എത്ര പേരുണ്ട്? 2 പേരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ദേ. അപ്പൊ 2 പേരിനെ നമ്മൾ എന്താ പറയുന്നത്? ദേ. ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഒരു സബ്ജക്റ്റ് ആണ്. ദേ ആർ ടോക്കിംഗ്. അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. Some more examples. Michael Jackson is a dancer. മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത് ഒരു ഡാൻസർ ആണ്. ആരാണ് സബ്ജക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? മൈക്കിൾ ജാക്സൺ ആണ് സബ്ജക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ആൻഡ് സം മോർ എക്സാമ്പിൾസ്. ഹിയർ വി ഗോ. വി were happy. ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. ഓക്കെ, ഇവിടെ വി എന്ന് പറയുന്നത് കുറെ ആളുകളുണ്ട്. വി were happy. ഇവരുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയാം? സബ്ജക്ട് എന്ന് പറയുന്നത് വി ആണ്, ഞങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളാണെന്നൊക്കെ പറയാം. വിക്ക് 2 അർത്ഥം വരുന്നുണ്ട്. നമ്മൾ എന്നും അർത്ഥം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ എന്നും അർത്ഥം വരുന്നുണ്ട്. ക്ലിയർ ആണ്? നെക്സ്റ്റ് എക്സാമ്പിൾ. ഐ വാസ് റീഡിങ്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് റീഡിങ്. സബ്ജക്ട് എന്താണ്? നിങ്ങൾക്കറിയാം, ഐ ആണ് സബ്ജക്ട്. ബിക്കോസ് ആരാണ് വർക്ക് ചെയ്യുന്നത്? ഐ ആണ് വർക്ക് ചെയ്യുന്നത്. സോ ഐ ഈസ് ദി സബ്ജക്ട്. ഓക്കെ, ആൻഡ് another example. Rachel spends her free time listening to music. റേച്ചലിന്റെ പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. റേച്ചൽ എന്താ ചെയ്യുന്നത്? റേച്ചൽ ഫ്രീ ടൈമിൽ എന്താണ്? മ്യൂസിക് കേൾക്കുകയാണ്. ഓക്കെ, ആരാണ്? ആരെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്നത് റേച്ചലിനെ കുറിച്ചിട്ടാണ്. ആരാ വർക്ക് ചെയ്യുന്നത്? ആരാണ് മ്യൂസിക് കേൾക്കുന്നത്? റേച്ചൽ ആണ്. സോ സബ്ജക്ട് എന്ന് പറയുന്നത് റേച്ചൽ ആണ്. ഓക്കെ, കിട്ടി. She likes to have a dessert after every meal. എല്ലാ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് അവൾക്ക് വളരെ ഇഷ്ടമാണ്. ലൈക്സ് എന്ന് പറഞ്ഞിട്ടില്ല, അവൾക്ക് വളരെ ഇഷ്ടമാണ്. ആർക്കാണ് ഇഷ്ടം? അവൾക്കാണ്, അല്ലെ? അവളാണ് കഴിക്കുന്നത്. ഓക്കെ, ഷീ ലൈക്സ്. സബ്ജക്ട് എന്ന് പറയുന്നത് ഷീ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സബ്ജക്ട് ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. നമ്മൾ അഗെയിൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യണം. ഐ ഹാവ് എ യങ് ബ്രദർ. എനിക്കൊരു ചെറിയ എന്നെ കണ്ടി താഴെയുള്ളൊരു ബ്രദർ ഉണ്ട്. ആരാണ് ഇവിടെ സബ്ജക്ട് എന്ന് പറയുന്നത്? ഐ ആണ് ഇവിടെ സബ്ജക്ട്. ഓക്കെ, എപ്പോഴും നിങ്ങൾ ഇത് ആലോചിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ സാറേ ഇങ്ങനെയൊക്കെ ആലോചിക്കേണ്ട കാര്യമില്ല. ഒരു സെന്റൻസിന്റെ ആദ്യം എഴുതുന്നതല്ലേ സബ്ജക്ട്? സിമ്പിൾ ആയിട്ട് ഇതല്ലേ സബ്ജക്ട്? തീർച്ചയായിട്ടും അതാണ് സബ്ജക്ട്. ഓക്കെ, ചില സമയങ്ങളിൽ ഒന്നോ അതിൽ കൂടുതലോ സബ്ജക്റ്റുകൾ ഉണ്ടാവാം. യു ഹാവ് ടേക്കൺ എ റോങ് ഡിസിഷൻ. നീ ഒരു തെറ്റായിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ആരാ തീരുമാനം എടുത്തേ? യു. നീയാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. സോ സബ്ജക്ട് എന്ന് പറയുന്നത് നീയാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. വില്യം ഷേക്സ്പിയർ ഹാസ് റിട്ടൺ അബൌട്ട് 37 plays. ഏകദേശം 37ഓളം പ്ലേ എന്ന് പറയുന്നത് ഇവിടെ നാടകങ്ങളൊക്കെ ആവട്ടെ. ഓക്കെ, അപ്പൊ 37ഓളം നാടകങ്ങളൊക്കെ ആര് എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത്? വില്യം ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത്. സോ ഇവിടെ ആരാണ് സബ്ജക്ട് എന്ന് വെച്ചാൽ നിങ്ങൾ പറയും, നിങ്ങൾ കണ്ണും കൂട്ടി പറയും ആരാണ് സബ്ജക്ട്? ഷേക്സ്പിയർ ആണെന്ന് പറയും. ഓക്കെ, കിട്ടി, മനസ്സിലായി? ഓക്കെ, ആൻഡ് ക്രിഷ് ആൻഡ് രാധ. ഇവിടെ എത്ര പേരുണ്ട് വർക്ക് ചെയ്യുന്നത്? 2 പേരുണ്ട്. ക്രിഷ് ആൻഡ് രാധ ആർ ഓൺ ദെയർ വേ ടു ദി എയർപോർട്ട്. അവരെവിടേക്കാ പോകുന്നത്? എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആരാണ് സബ്ജക്ട്? ക്രിഷ് മാത്രമാണോ സബ്ജക്ട്? അല്ല,
എത്ര പേരുണ്ട്? 2 പേര് സബ്ജക്റ്റ് ആയിരുന്നു. ക്ലിയർ ആണ്? ആൻഡ് സം മോർ എക്സാമ്പിൾസ്. Karen, Sheila and Akash have completed their assessments. ഇവിടെ എത്ര പേരുണ്ട്? Karen, Sheila and Akash. ഇവിടെ 3 പേരുണ്ട്. ഈ 3 പേരും എന്താണ്? സബ്ജക്റ്റുകളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, സബ്ജക്റ്റ് ചിലപ്പോൾ ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലായിരിക്കാം. ഓക്കെ, നമ്മൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്താണെന്ന് മാത്രമാണ് പറയുന്നത്. ഇവിടെ സെലറി ഓർ സ്പ്രിംഗ് ഓണിയൻ വർക്ക്സ് ഫൈൻ. ഇത് രണ്ടും നല്ല അടിപൊളിയാണ് എന്നാണ് പറയുന്നത്. നമുക്ക് ഇത് രണ്ടും എന്താണ്? സബ്ജക്റ്റ് ആണ്. എത്ര സബ്ജക്റ്റുകൾ ഉണ്ട് ഇവിടെ? ഇവിടെ നമുക്ക് 2 സബ്ജക്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? സെലറി ഓർ സ്പ്രിംഗ് ഓണിയൻ വർക്ക്സ് ഫൈൻ. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ, ഇതിനെ നമ്മൾ ഒരെണ്ണമാണെന്നുണ്ടെങ്കിൽ സിംഗുലർ ആണെന്നും 2 എണ്ണമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ പ്ലൂറൽ ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. യുവർ മോം ഓർ ഡാഡ്. കണ്ടോ, ഇവിടെ 2 പേരെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും. സോ ഇതാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സബ്ജക്ട്. ഓക്കെ, ഒന്നെങ്കിൽ നിന്റെ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ ഇവിടെ ഒരു മണിക്കൂറിനുള്ളിൽ വരും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ സബ്ജക്ട് മോം ആയിരിക്കും അല്ലെങ്കിൽ ഡാഡ് ആയിരിക്കും. ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ സബ്ജക്ട് എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. നോബഡി ഹാസ് അണ്ടർസ്റ്റുഡ് എനിത്തിങ്. ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ ആരാണ് സബ്ജക്ട് എന്ന് പറയുന്നത്? നോബഡിയാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു സബ്ജക്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സെന്റൻസിന്റെ ആദ്യ ഭാഗം നോക്കിയാൽ മതി. നത്തിങ് ഫിറ്റ്സ് മീ വെൽ. എനിക്കൊന്നും ഫിറ്റ് ആവുന്നില്ല, സ്യൂട്ട് ആവുന്നില്ല. നത്തിങ് ഈസ് ദ സബ്ജക്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് മനസ്സിലായി സബ്ജക്ട് എന്താണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കിയേ. നോ വൺ ഫൈൻഡ്സ് ദ മൂവി ഇൻട്രസ്റ്റിംഗ്. ആർക്കും ആ ഒരു സിനിമ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. No one. Okay, clear ആണ്? The children do not like working out trigonometry problems. കുട്ടികൾക്ക് ത്രികോണമിതി പ്രോബ്ലംസ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇവിടെ ആരാണ് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? The children. The children എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത്. My father does not work at the bank anymore. എൻ്റെ അച്ഛൻ ഇപ്പോൾ എവിടെയല്ല വർക്ക് ചെയ്യുന്നത്? എൻ്റെ അച്ഛൻ ഇപ്പോൾ ബാങ്കിലല്ല വർക്ക് ചെയ്യുന്നത്. ഇവിടെയും ആരെ കുറിച്ചിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്? എൻ്റെ അച്ഛനെ കുറിച്ചിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. സോ മൈ ഫാദർ ഈസ് ദി സബ്ജക്ട് ഹിയർ. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരൊറ്റ കാര്യമുള്ളൂ. ഇംഗ്ലീഷിൽ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് മനസ്സിലായി. ഇംഗ്ലീഷിലെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു വസ്തു ആയിരിക്കാം. അദ്ദേഹമാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ വസ്തുവാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഒന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പഠിക്കുന്നുണ്ട്, സബ്ജക്ട് ഞാനാണ്. അവൻ വരുന്നുണ്ട്, അവനാണ് സബ്ജക്ട്. അവർ എഴുതുന്നുണ്ട്, അവരാണ് സബ്ജക്ട്. ഞങ്ങൾ പോകുന്നുണ്ട്, ഞങ്ങളാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുന്നുണ്ട്, ഡ്രൈവറാണ് സബ്ജക്ട്. ഒരു ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഫാനാണ് സബ്ജക്ട്. എ സി വർക്ക് ചെയ്യുന്നുണ്ട്, എ സി ആണ് സബ്ജക്ട്. ഒരാൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ആ ഒരാളാണ് സബ്ജക്ട്. ആരോ വരുന്നുണ്ട്, ആരോ ആണ് സബ്ജക്ട്. മനസ്സിലായിരുന്നു? ഓക്കെ, സോ സബ്ജക്ട് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലായി ഈ ക്ലാസ്സിലൂടെ. ഇനി നിങ്ങൾ അടുത്തതായിട്ട് പഠിക്കുന്നത് എത്ര തരത്തിലുള്ള സബ്ജക്റ്റുകളുണ്ട്, ഓക്കെ, ഏതൊക്കെ തരത്തില് സബ്ജക്റ്റുകളുണ്ട് എന്നാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത്. ഓക്കെ.